ബിഗ് ബോസിൽ വിളിച്ചാൽ പോകുമോ എന്ന് ഇതാരാണ്, നമ്മുടെ ജെ കെ ആണ്. അപ്പോൾ ജെ കെ ആണ് ചോദിച്ചിരുന്നത്. അപ്പം ജെ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ എഡിറ്ററാണ്, എൻ്റെ ഓൾ ഇൻ ഓൾ ആണ് എൻ്റെ ജെ കെ കൊച്ച്. അപ്പം ജെ കെ ഞാൻ വളരെ ധൈര്യപൂർവ്വം ബിഗ് ബോസിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ പോയിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കഴിവുള്ളവർക്ക് ബിഗ് ബോസിലോട്ട് പോയിട്ട് കാര്യമുള്ളൂ. കഴിവില്ലാത്തവർ ബിഗ് ബോസിൽ പോയി കുറേ ഒച്ചപ്പാടും വെള്ളം പിടിച്ച് തോറ്റ് തുന്നമ്പാടി വന്നിട്ടൊന്നും കാര്യമില്ല. അപ്പം നമ്മളൊരു അത്യാവശ്യം കഴിവുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏതൊരു ഗ്രാഫിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. അപ്പം അവിടെ കൂടെ പോകുമ്പോൾ ആ ഒരു ഫെയിമും കൂടെ കൂട്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടെ ഒരു ഉപകാരപ്പെടും. എന്ന് വെച്ചാൽ ചുരുക്കി പറയണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഒരു ലോട്ടറി കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് കാര്യമുണ്ട്. അല്ലാണ്ട് കഷ്ടപ്പെടാത്ത ഒരു പൊട്ടോക്കന് ലോട്ടറി കിട്ടിക്കഴിഞ്ഞാലും അവർക്കിനി എന്തൊക്കെ കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അവർക്കത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് അറിയത്തില്ല. അപ്പം ഞാനിപ്പോൾ എനിക്കറിയാം ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഫൈനൽ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നു, എന്താ പറയുക, എനിക്ക് ഒത്തിരി പേരെ ഇഷ്ടമാണ്. ഇപ്രാവശ്യത്തെ ആർക്ക് കിട്ടുമെന്നൊരു കൺഫ്യൂഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാ ആൾക്കാരും എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ബിഗ് ബോസിൽ പോയാൽ എന്നും ബിഗ് ബോസിൽ കണ്ടന്റ് ഉണ്ടായിരിക്കും. കാരണം എല്ലാ കാര്യങ്ങൾക്കും റിപ്ലൈ വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റുന്ന എനിക്ക് ബിഗ് ബോസിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്നെ എടുത്താൽ അവരുടെ ഷോ ഭയങ്കരമായിട്ട് രസമായിട്ട് പോകുന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ എന്നും കണ്ടൻറ്റാണ്. കാരണം അരിപുരി തെറിയായിരിക്കും ഞാൻ അവിടെ പറയുന്നത്. അപ്പം ഇപ്പോൾ ഈ റിപ്ലൈ വീഡിയോയ്ക്കകത്ത് കാണുന്ന പോലെ വളരെ മാന്യമായിട്ട് ചിരിച്ച് സന്തോഷിച്ചിട്ടല്ല ഞാനിരിക്കുന്നത്. കാരണം എനിക്കിങ്ങനെ എല്ലാ സാഹചര്യങ്ങളിലും എന്ന് വെച്ചാൽ എനിക്ക് പറ്റില്ലാത്ത സാഹചര്യങ്ങളിൽ ഞാൻ എൻ്റെ വോയിസ് റേസാക്കും. പക്ഷെ വായിന്ന് നല്ല തെറിയായിരിക്കും വരുന്നത്. അപ്പം ഒരു പക്ഷേ പുറത്തെനിക്ക് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസുകൾ ഭയങ്കര കൂടുതലാണ് ഞാൻ ബിഗ് ബോസിൽ പോയാൽ. പക്ഷേ പുറത്തിറങ്ങുമ്പോൾ ഞാൻ അത് വെച്ചിട്ട് ആ ഒരു ബിഗ് ബോസിൽ കയറിയതിൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ സെറ്റാക്കിയിരിക്കും. പിന്നെ ഒന്നുമല്ലെങ്കിൽ ആഴ്ച പൈസ കിട്ടുന്ന കാര്യമല്ലേ, വെറുതെ അവിടെ പോയി ചുളയ്ക്കുന്നതിന് പൈസ കിട്ടുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അച്ചായത്ത് ഏറ്റടാ, ഉറപ്പായിട്ടും ഞാൻ പോവും. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി റെക്കമെൻഡ് ചെയ്യുക. ഞാൻ കുറച്ചും കൂടെയൊക്കെ സോഷ്യൽ മീഡിയ കത്തിച്ച് എന്തെങ്കിലുമൊക്കെ പണ്ടാറടക്കിയിട്ട് അടുത്ത തവണ എങ്ങനെയെങ്കിലും കയറി പറ്റാൻ പറ്റുമെന്ന് ഞാൻ ചുഴിഞ്ഞു ഇറങ്ങിയൊന്ന് നോക്കട്ടെ. ഓക്കെ.